ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. നാലാം സ്ഥലം, ഈശോയും മാതാവും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. അവർ ലേഡി ഓഫ് സ്പാസം, വ്യാകുല മാതാവിൻ്റെ പള്ളി. 1856 അർമേനിയൻ കത്തോലിക്കർ വാങ്ങിയ ഈ സ്ഥലത്ത് 1881 ഒരു ദേവാലയം പണിയുന്നത്. ഇവിടെ ഉത്ഖനനം നടത്തിയപ്പോൾ വടക്ക് പടിഞ്ഞാറ് രേഖപ്പെടുത്തിയ മൊസൈക്കിലുള്ളൊരു കല്ല് അവർക്ക് ലഭിച്ചിരുന്നു. ഇത് 7-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ്. മാതാവും കർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം സൂചിപ്പിക്കാനായിട്ട് വെച്ചിരുന്ന കല്ലായിട്ടാണ് ഇത് ചിത്രീകരിക്കുക. ബൈബിളിൽ ഇങ്ങനെ ഒരു രംഗമില്ല. പക്ഷേ കുരിശിൻ്റെ കീഴെ മാതാവ് ഉണ്ടായിരുന്നതായി പറയുന്നു. ഒപ്പം കുരിശിൻ്റെ വഴിയിൽ ജെറൂസലേം സ്ത്രീകൾ കർത്താവിനെ അനുഗമിച്ചതായും പറയുന്നു. തീർച്ചയായും ഈ കർത്താവിനെ അനുഗമിച്ച ഈ ജെറൂസലേം സ്ത്രീകളുടെ ഇടയിൽ മാതാവും ഉണ്ടായിരുന്നിരിക്കണം. മൂന്നാം സ്ഥലത്ത് ബലഹീനനായ കർത്താവ് നിലം പൊത്തുമ്പോൾ മകനെ രക്ഷിക്കാനായിട്ട് ഓടിയെടുക്കുന്ന ഒരമ്മ, അവിടെയായിരുന്നിരിക്കാം ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പലസ്തീനിയൻ പാരമ്പര്യമനുസരിച്ച് ഇത് കഴിഞ്ഞു വരുന്ന ഇടവഴിയിലാണ് മാതാവും കർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അവിടെയാണ് വിശുദ്ധ യോഹന്നാൻ മാതാവിൻ്റെ മുമ്പിൽ തൻ്റെ കോട്ടുയർത്തിക്കൊണ്ട് അവരെ പരസ്പരം കാണാതിരിക്കാനായിട്ട് മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള രംഗം നമ്മൾ വിധിയുടെ കപ്പേളയിൽ ആ രംഗത്തിൻ്റെ സ്പാനിഷ് ചിത്രീകരണം കണ്ടിരുന്നു. നസ്രത്തിൽ വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം മൂളിയതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവതരണമാണ് കുരിശിൻ്റെ വഴിയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഓർക്കുക. ദൈവഹിതത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന, എല്ലാ വേദനകളെയും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് രക്ഷാകരമാക്കി തീർക്കുന്ന ഒരു രക്ഷകനെയും രക്ഷകൻ്റെ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയാകുന്ന പരിശുദ്ധ അമ്മയെയും നമ്മളിവിടെ ദർശിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.